സാമാന്യം തയ്യൽ അറിയാവുന്ന ആളുകൾക്ക് പോലും ട്രൗസറും പാൻറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കേടാണ്. അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ട്. സ്റ്റിച്ചിങ്ങിന്റെ തുടക്കക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് തയ്ക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. എന്നാലും നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് അളവിലുള്ള ഒരു ട്രൗസർ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് അളവിലുള്ള ട്രൗസറും സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവ് എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് അളവിലേക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ അളവെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് 16 ഇഞ്ച്, അതുപോലെ വേസ്റ്റ് വന്നിട്ട് 24 ഇഞ്ച്, അതുപോലെ തൊടവണ്ണം വന്നിട്ട് 20 ഇഞ്ച് വന്നിട്ടുണ്ട്, ബോട്ടം ഭാഗം വന്നിട്ട് 17.5 ഇഞ്ച്, ക്രോച്ച് വന്നിട്ട് 7 ഇഞ്ച്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് ഏതാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാം. നമ്മളിതൊരു 60 സെന്റിയാണ് ഈ ഒരു ട്രൗസർ തയ്ക്കാനുള്ള ക്ലോത്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് 16 സൈസിലൊക്കെ ഒരു ട്രൗസർ തയ്ക്കാൻ 60 സെന്റിയൊക്കെ ധാരാളം, ഒരു 3/4 മീറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് ഉണ്ട്. ഇങ്ങനെ രണ്ട് സാൽവേഡ്ജിന്റെ നല്ല ഭാഗം ഉള്ളിലേക്കാക്കി മടക്കിയിട്ട് രണ്ട് ഭാഗത്തുള്ള സാൽവേഡ്ജും കൂടെ ഒരുമിച്ച് വെച്ച് മടക്കിയിട്ട് തുണി ഇങ്ങനെ നടു മടക്കിയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഡബിൾ ആയിട്ടാണ് കേട്ടോ ഇപ്പം എടുക്കുന്ന ക്ലോത്ത്. നമ്മളിതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് രണ്ട് ഭാഗം അടിയിലെ ക്ലോത്തും മേലത്തെ ക്ലോത്തും ഒരേമാതിരി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കട്ട് ചെയ്ത് കളയാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ അടുത്ത താഴത്തേക്ക് 1/2 ഇഞ്ചും ഒരു പോയിന്റും, 3/4 ഇഞ്ച് വേണമെന്നില്ല, 1/2 ഇഞ്ചും ഒരു പോയിന്റും കൂടെ ഒന്ന് ഇതുപോലെ പകുതി അത് ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് മുകളിൽ വരുന്ന ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തായിരിക്കും നമ്മുടെ ഈ ഒരു ലെങ്ത് എടുക്കുമ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ഈ സൈഡിൽ സാൽവേഡ്ജിൻ്റെ ഭാഗം ഒരു സാൽവേഡ്ജിൽ നിന്ന് വിട്ടിട്ട് ആ ഒരു ക്ലോത്ത് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ചിക്കൊക്കെ വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ സൈഡിൽ തുമ്പ്, തയ്യൽ തുമ്പ്, സീം അലവൻസ് വരാൻ വേണ്ടിയിട്ട് അവിടെയും നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സ്ഥലമാണ്. ആദ്യം വരച്ചത് നമ്മൾ കട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ മുകളിൽ വരച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇനി നമ്മൾ ലെങ്ത്താണ്, ട്രൗസറിന്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് ബെൽറ്റ് വരും, 1.5 ഇഞ്ചിന്റെ ബെൽറ്റ് വരും. നമ്മളിങ്ങനെ ട്രൗസറിന് മുകളിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തും. അപ്പോൾ ആ 1.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ടാമത്തെ വരയിൽ വെച്ചിട്ട് നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുക 16 ഇഞ്ചിൽ. അത് കഴിഞ്ഞിട്ട് ഓരോരോ ഇഞ്ച് നമ്മളൊന്ന് ബോട്ടം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ടൊന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ ബോട്ടം ഭാഗം, കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് ആണ് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഏറ്റവും താഴെയുള്ളത് നമുക്ക് മടക്കി തയ്ക്കാനുള്ള ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ 16 ഇഞ്ച് കറക്റ്റ് ഈ ഒരു ക്ലോത്ത് അളവെടുക്കുമ്പോൾ ലെങ്ത് ഉണ്ടാവില്ല. ഇനി നമുക്ക് ക്രോച്ച് വരുന്നത് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ചും പോയിന്റ് വെച്ചിട്ടില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് 7 ഇഞ്ച്, ക്രോച്ചിന്റെ അളവ് നമുക്ക് 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ആ 7 ഇഞ്ച് അവിടെ നിന്ന് അങ്ങോട്ടാണ് വരച്ചു കൊടുക്കേണ്ടത് ക്രോച്ച് അളവ്. ഇനി നമുക്ക് തൊടവണ്ണം 20 ഒരു കാലിൻ്റെ തൊടവണ്ണാണ് 20 ഇഞ്ച് വന്നിട്ടുള്ളത്. അതിന് 10 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്രോച്ച് വരച്ചിട്ടുള്ള 7 ഇഞ്ച് ഭാഗത്തേക്ക് നമ്മൾ 10 ഇഞ്ചും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒരു ഇൻറ്റു ആയിട്ട് കൊടുക്കുക. കറക്റ്റ് 10 ഇഞ്ച് എടുത്താൽ മതി. നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് ആദ്യം കട്ട് ചെയ്യണത്. അപ്പം നമുക്ക് 10 ഇഞ്ച് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തെ ബോട്ടം ഭാഗം, കാലിൻ്റെ താഴത്തേക്ക് വരുന്ന ബോട്ടം ഭാഗം, അത് 17.5 വരുന്നത്, 8.75. നമ്മൾ ഈ ഒരു തുമ്പ് വിട്ടിട്ടില്ലേ 1/2 ഇഞ്ച്, അത് അടക്കാണ് കേട്ടോ. 8.75, സോറി 8.75 എടുക്കുക. എന്നിട്ട് ഈ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക.
ഞാനിവിടെ എടുത്തിട്ടുള്ള അളവുകൾ ഇതാണ്. നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേസ്റ്റ് 24 വരുന്നത്. 24ന്റെ 4 ഭാഗം നമുക്ക് 4 മടക്കിയിട്ടുള്ള ഭാഗമല്ലേ, 4 ഭാഗം 6 വരിക. പിന്നെ 2 ഭാഗത്തുള്ള തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 7, 2 ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്രോച്ചിന്റെ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കേട്ടോ 1.5 ഇഞ്ച്. എന്നിട്ട് ഈ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഈ 1.5 ഇഞ്ചിലേക്കൊന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ എന്നിട്ട് ചെറുതായിട്ടൊരു കർവ് കൊടുക്കുക. നമ്മൾ സിബ് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിൻ്റെ ഷേപ്പ് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫസ്റ്റ് ആ ഒരു 1/2 ഇഞ്ചും പോയിന്റ് ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലെ 1/2 ഇഞ്ചിലെ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ തയ്യൽ തുമ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ട് ഒന്ന് ക്രോസ് ആയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ കൂളായിട്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു, പിന്നെ 1/2 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാണ് നമുക്ക് ലെങ്ത് വേണ്ടതെന്ന് നമ്മൾ 16 അതിൽ ബെൽറ്റിന്റെ അളവ് കഴിഞ്ഞിട്ടുള്ള ഭാഗം, ബെൽറ്റ് നമുക്ക് 1.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ താഴെ മടക്കി തയ്ക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്തു. ക്രോച്ച് എത്രയും നോക്കിയിട്ട് ക്രോച്ച് ഒന്ന് മാർക്ക് ചെയ്തു. തൊടയുടെ വണ്ണം മാർക്ക് ചെയ്തു. തൊടയുടെ വണ്ണം മാർക്ക് ചെയ്തിട്ട് കാലിൻ്റെ ബോട്ടത്തിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അരവണ്ണം നോക്കിയിട്ട് അരവണ്ണം എത്രയാണ് അതിൻ്റെ 4 ഭാഗം എടുത്തിട്ട് അരവണ്ണത്തിൻ്റെ 4 ഭാഗം അതും നമ്മൾ മാർക്ക് ചെയ്തു. ഈ ഒരു അളവല്ല, നിങ്ങളുടെ കയ്യിൽ ഏതൊരു അളവാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇവിടെ നമ്മൾ സിബിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടെക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ പോക്കറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് ഈ ഒരു ഭാഗത്തും 5.5 ഇഞ്ച് താഴ്ത്തിക്കും. അത് വലിയ പോക്കറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുക്കുക, ചെറിയ പോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു നോർമൽ സൈസിലുള്ള കുട്ടിയിട്ടതല്ലേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുക. പോക്കറ്റിൻ്റെ ഭാഗം വരച്ചു കൊടുക്കണം എന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടെക്കിട്ട് കൊടുത്താൽ ഒരു ചെറിയ ഒരു നോച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കി നമ്മൾ ബാക്ക് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഈ ക്ലോത്ത് ഇതുപോലെ കറക്റ്റ് താഴ്ഭാഗം അങ്ങനെ ക്രോസ് ആയി നിൽക്കുകയൊന്നും ചെയ്യരുത്, കറക്റ്റ് വെച്ച് കൊടുക്കുക. 2 ഇഞ്ച് ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ വ്യത്യാസം വേണം. ഇത് 2 ഇഞ്ചിൻ്റെ വ്യത്യാസം നമ്മളവിടെ കൊടുക്കണം. ഇവിടെ 2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. 2 ഇഞ്ചിൻ്റെ വ്യത്യാസം ഈ ഭാഗങ്ങളിലൊക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ടിത് അതുപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. കറക്റ്റ് 2 ഇഞ്ച് ഉണ്ട്. 2 ഇഞ്ച് തന്നെ നമ്മളെവിടെയും മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അവിടെ അതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തു. നമുക്ക് വേണ്ട ലെങ്ത്ത് ഇനി ആ സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത്, ബാക്ക് പീസ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടേക്ക് ഇങ്ങനെ 2 ഇഞ്ച് കൂടുതൽ എടുക്കുക. ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിനേക്കാൾ ആ സൈഡിൽ 2 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഈ ഒരു സൈഡ് ക്രോച്ചിന് ബാക്ക് ഭാഗം വന്നിട്ട്
നമ്മൾ 2 ഇഞ്ച് ഇവിടെയും കൂടുതൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനും ബെൽറ്റിനും കൂടി ആയിട്ട് 3.5 ഇഞ്ചും കൂടി കൊടുക്കുക. അപ്പം 2, 3.5, 5.5 ഇഞ്ച് ഫ്രണ്ട് ഭാഗം. ഇവിടെ നമുക്ക് കറക്റ്റ് 3.5 തന്നെ മതി. ആ സൈഡിൽ വരുമ്പോൾ ആ കറക്റ്റ് 3.5 തന്നെ മതി. ഇനി ഈ ഒരു 2 ഇഞ്ചിലേക്കുള്ള ഈ ഒരു ഷേപ്പിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് ബാക്ക് അലാസ്റ്റിക് ഉള്ള പാൻറ് ആയതുകൊണ്ടാണ്, ബാക്ക് അലാസ്റ്റിക് ഉള്ള ട്രൗസർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ലൂസിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം നോർമൽ ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വരച്ചാൽ മതി. അവിടത്തേനേക്കാള് ഇവിടെ ഇപ്പം നമ്മൾ ഒരു 3 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട് പീസിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 7, ആ 7 ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്യാം. ഇപ്പം 3, 7, 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രോച്ചിൻ്റെ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് മുകളിലേക്കൊന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ട് വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലെങ്കിലും ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇനി ഇങ്ങനെ മേൽഭാഗം ഒന്ന് വരയ്ക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം ക്രോച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. ബാക്ക് ഭാഗം ഒന്ന് സീറ്റിൻ്റെ അവിടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ബാക്ക് ഭാഗത്തേക്ക് സൈഡിലേക്ക് 3.5 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം വന്നിട്ട് 2 + 3.5 കൂടിയാണ് 5.5 കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക. ഞാൻ ഒരുവിധം എല്ലാവർക്കും കമൻറ്റിൽ റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ ഷർട്ടിൻ്റെ വീഡിയോസിനൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ട് എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ അവരുടെ അടുത്ത് നമ്പർ കൊടുത്തിട്ട് വിളിച്ച് സംസാരിക്കാനും പറയാറുണ്ട്. ഇത് നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ ഭാഗമാണ് നമ്മൾ സിബ് കൊടുക്കുന്നത്. ഇത് ബോട്ടം മടക്കി തയ്ക്കുന്ന ഭാഗം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ സമയം നിന്നിട്ടാണ് ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഡീപ്പായിട്ട് അറിയണം, പറഞ്ഞു തരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു തരണത്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ട്രൗസറിൻ്റെ കട്ടിങ്ങിൻ്റെ മെയിൻ പാർട്ട് വരുന്ന ഭാഗങ്ങൾ. രണ്ടും ബാക്കെല്ലാം നമ്മൾ കട്ട് ചെയ്തു. ഇത് നമ്മൾ 7 എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ 6 വേണ്ടത്, ഇപ്പം 20 ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 5 എടുത്തിട്ട് അതിലേക്ക് കൊടുത്താൽ മതി. ഇത് ബെൽറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പീസ് എടുക്കുന്നത്. 10 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ ബെൽറ്റിൻ്റെ പാർട്ട് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 10 ഇഞ്ചും വിടുത്ത് 4.5 ഇഞ്ചും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയ തുണിയാണ്. 2 സൈഡിലേക്ക് വേണം നമുക്ക് സിബ് വെച്ചിട്ടുള്ള തയ്ക്കുമ്പോൾ 2 ബെൽറ്റ് വേണം. 10 ഇഞ്ചിൻ്റെ 2 ബെൽറ്റ്, 10 ഇഞ്ചും 4.5 ഇഞ്ച് വീതിയും വരുന്ന 2 ബെൽറ്റാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. തുണി മടക്കിയിട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കിയെടുത്താണ്. അപ്പം ഈ ഒരു ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുള്ള ക്ലോത്തായി. ഇത് 2 ബെൽറ്റായി. നമുക്ക് ക്യാൻവാസ് ഇതുമേ ഫ്യൂസ് ചെയ്യണം. കഴിഞ്ഞിട്ട് നമ്മൾ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈയും ബട്ടൺ ടേക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഫ്ലൈ ജസ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ഒരു 8 ഇഞ്ചിനൊക്കെ ഞാൻ നീളം എടുത്തിട്ട് ഇങ്ങനൊരു കുറച്ചൊരു ഷേപ്പിലാണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഷേപ്പിനാണ് ഫ്ലൈ വരാറ്. ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സിബ് വെക്കുന്ന ഭാഗം,
സിബ് ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. ഇത് ബട്ടൻ്റേക്ക്. ഇതുമ്മലാണ് ബട്ടൺ വരാറ്. മറ്റേമ ബട്ടൺ ഹോള് വരുന്ന ആ ഭാഗം. നമ്മുടെ പാൻറ്റിൻ്റെ സിബ്, ട്രൗസറിൻ്റെ ഒക്കെ സിബ് വെക്കുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന 2 പാർട്സാണ്. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് തുടക്കക്കാർക്കൊക്കെ ഇത് എന്താ, ഏത് ഭാഗമാണെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതുപോലെ നടുമടക്കിയിട്ടാണ് ഉണ്ടാവാറ്. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ ജാത്തി എന്ന് പറയും. പോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന പീസ്. സാധാരണ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പാൻറ്റിൻ്റെ ട്രൗസറിൻ്റെ തുണി തന്നെ പോക്കറ്റിനും കൊടുക്കാറ്. പക്ഷെ അത് കുറച്ച് കട്ടി കൂടുതലുള്ള തുണിയാകുമ്പോൾ പോക്കറ്റിൻ്റെ കട്ടി എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് അധികം എന്താ പറയുക ഭാരം തോന്നും, കുറച്ച് കട്ടിയിൽ നിൽക്കൽ തുടങ്ങും. ഇതാകുമ്പോൾ ഈ ഒരു 2 പീസ് മാത്രം മതി. പിന്നെ കനം കുറഞ്ഞ പോക്കറ്റിംഗ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുക. സാധാരണ ഞങ്ങൾ യൂണിഫോമിൻ്റെ ഒക്കെ ട്രൗസർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇതൊരു 10-4 എന്നുള്ള കണക്ക്, 4.5 എന്നുള്ള കണക്കിലെടുത്തിട്ടുണ്ട്. ഇത് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വീതി വന്നിട്ട് 3 ഇഞ്ചും. ഇതിൻ്റെ നീളം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. അത് നമ്മൾ പിന്നീട് വെട്ടിക്കളയുക ചെയ്യുക. ഇത് 8 ഇഞ്ചാണ്. ബട്ടൻ്റേക്കും 8 ഇഞ്ചാണ്. താഴെ 3 ഇഞ്ചും മേലെ 5 ഇഞ്ചും ആയിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ മടക്കിയിട്ടാട്ടോ നമ്മൾ ഉപയോഗിക്കുക. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യും. ഇത് ജാത്തി. ഇത് പോക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച് തയ്ക്കുന്നത് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. പോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഈ സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തുക. ഇനി ഇത് നമ്മൾ ലൂപ്പ്, ബെൽറ്റ് ഇടുമ്പോൾ ബെൽറ്റിൻ്റെ ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തതാണ്. ഇത് 1.5 ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ വീതി എടുക്കാറ്. 1.5-1.25 എടുക്കാം. നീളം വന്നിട്ട് നമുക്ക് 5 ഇഞ്ചിൻ്റെ 5 ലൂപ്പാണ് വേണ്ടത്. അപ്പോൾ ഒരു 25-26 ഇഞ്ചിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ ബെൽറ്റിൽ നമ്മൾ ക്യാൻവാസ് ഫ്യൂസ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള ക്യാൻവാസാണ് ഇതിന് കൊടുക്കാറ് ബെൽറ്റിന്. നമ്മൾ ഷർട്ടിൻ്റെ കോളറിനൊക്കെ നല്ല ഹാർഡായിട്ട് എടുക്കുന്ന ക്യാൻവാസാണ് ബെൽറ്റിന് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ പോക്കറ്റിൻ്റെ ക്ലോത്ത്. ഇത് വളരെ കനം കുറഞ്ഞ ക്ലോത്താണ്. ഇതുമ്മ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാറ്. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം നമ്മൾ ജാത്തിയൊക്കെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ജാത്തി ലോക്ക് ചെയ്യുന്നത്. അതുപോലെ ഇത് പോക്കറ്റിൻ്റെ പീസിന് ജാത്തി എന്നാട്ടോ പറയാം ഞങ്ങൾ. ഇത് ഫ്ലൈ, നമ്മൾ സിബ് വരുന്ന ഭാഗം. ഇത് ബട്ടൻ്റേക്ക്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവന് ബട്ടൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്തിരുന്നു. അതുപോലെ ഫ്രണ്ട് ഭാഗം മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ബായിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുക. ഇതുപോലെ ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യാം. ഇവർ കുറച്ചും കൂടെ കുറഞ്ഞ സ്റ്റിച്ചിൽ കൂടുതൽ ചെയ്യുക എന്നുള്ള രീതിയിൽ മറ്റേ സ്റ്റിച്ച് അവർക്ക് ആവശ്യമില്ല, അവർ കറക്റ്റ് പിടിക്കും. അപ്പം ഇതിങ്ങനെ ഈ 2 ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യണുള്ളൂ. ഇനി ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ ഒരു ഭാഗം താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ പോക്കറ്റിൻ്റെ അടിഭാഗം ഫസ്റ്റ് ട്രൗസറിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പാൻറ്റിനൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുക. പാൻറ്റിന് കട്ട് ചെയ്യണതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതുപോലെ മടക്കുക. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 സൈഡിലേക്കും ഒരേപോലെ വരണം. പിന്നെ അടിഭാഗം ഇതുപോലെ മടക്കി തയ്ക്കുക. ഈ ഒരു ഭാഗം ഈ ഒരു പീസുമ്മേൽ വെച്ച് സ്റ്റിച്ച് ചെയ്തത് 2 സൈഡിലേക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇനി നമ്മൾ ട്രൗസറിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ആ നോച്ച കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. മാർക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ ആ നോച്ച കട്ട് ചെയ്യുക.
നല്ല ഭാഗത്ത് പോക്കറ്റിന്റെ പീസ് വെച്ചിട്ട് അത് ഈ ജാത്തി ഇല്ലാത്ത ഭാഗത്താട്ടോ. ഇതുപോലെ ഈ രണ്ട് ഭാഗത്ത് നോച്ചിട്ട് കൊടുത്തിട്ടുള്ള രണ്ട് ഭാഗല്ലേ, അതൊന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക ചെയ്യണത്. വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ എന്നിട്ട് വീട്ടിൽ പിള്ളേർക്കൊക്കെ ട്രൗസർ സ്റ്റിച്ച് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ. ഇതുപോലെ ഈ ഒരു ജാത്തി വെച്ച ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാട്ടോ ട്രൗസർമ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണേ. ജാത്തി വെച്ചിട്ടുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു രണ്ട് ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോച്ച് വെച്ചിട്ടുള്ളടത്ത് മടക്കുന്നുള്ള ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അവന് ഒരു ഭാഗം മുകളിൽ നിന്നും ഒരു ഭാഗം താഴത്തുനിന്ന് മുകളിലേക്കും, ഈ ഒരു ഭാഗം താഴത്തുനിന്ന് മുകളിലേക്ക്, മറ്റേത് മുകളിൽ നിന്ന് താഴത്തേക്ക്. അപ്പോഴാണ് രണ്ടും ഒരേ സൈഡിൽ വന്ന് നിൽക്കുക. ഇപ്പൊ രണ്ട് ഭാഗത്തെ പോക്കറ്റും സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഒരു തുമ്പിങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി നിൽക്കുന്നില്ലേ, അതൊന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ക്കും. ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തയ്ക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റിന് തന്നെ ഈ ബ്ലാക്ക് പീസിന് പകരം ഫുള്ളായിട്ട് തന്നെ പോക്കറ്റിന്റെ പീസ് എടുക്കാം. ഞാനത് എടുക്കാതിരുന്നത് അത് കുറച്ച് കട്ടി കൂടുതലല്ലേ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ പിന്നെ സ്കൂൾ യൂണിഫോംസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. നിങ്ങൾ റെഡിമെയ്ഡ് പാൻ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് ഇതുപോലെ ഈ ഒരു പോക്കറ്റിങ്ങിന്റെ ക്ലോത്തിലേക്ക് എടുത്ത് മടക്കി തയ്ക്കുകയാണ് കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്ത് സ്റ്റിച്ച് വരൂല. ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ആയതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ടൊക്കെ നൂല് കട്ട് ചെയ്യണമെന്നുള്ളൂ. ഇനി ഇതിന്റെ മുകൾ ഭാഗം ആ പോക്കറ്റും ഫ്രണ്ട് പീസും കൂടെ ചേർത്തിട്ട് മുകൾ ഭാഗം അതുപോലെ ഈ ഒരു സൈഡ് ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പീസ് ഒരേമാതിരി വെച്ച് കട്ട് ചെയ്യാണ്. അപ്പം പോക്കറ്റ് കറക്റ്റ്. ഇനി നിങ്ങൾക്ക് ഇതിന് ഫ്ലീറ്റ്സ് ഇടണം ഫ്രണ്ടിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിന്റെ സെൻട്രലായിട്ട് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എത്രയാണ് നിങ്ങൾ ഫ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്തും കൂടെ നിങ്ങൾ ആ ഒരു അളവിലുള്ള ഇത് കൂടെ. അപ്പം 1/2 ഇഞ്ചിന്റെ ഫ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് കൊണ്ടെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചും കൂടി കൂടുതൽ കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പൊ ഒരേപോലെ തന്നെ രണ്ട് സൈഡും പോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയിട്ടില്ല. കറക്റ്റ് രണ്ട് ഭാഗത്തെ പോക്കറ്റ് ഒരേ വലിപ്പത്തിൽ തന്നെയാണ്. ഇനി നമുക്ക് സിബ് വെക്കുകയാണ്. സിബ് ഫസ്റ്റ് വെക്കുന്നത് ആദ്യം നമ്മൾ ഫ്ലൈ ആയിമ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി അത് മറിച്ചിട്ട് അവൻ താഴത്തുനിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുകളിൽ നിന്ന് വേണമെങ്കിൽ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. അവരെപ്പോഴും ഈ ഒരു സൈഡിലേക്ക് ഇട്ടിട്ടാ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ആ ഒരു പീസ് കൊടുക്കുക. അതിനൊരു കിനാരി ഒന്ന് മടക്കിങ്ങാണ്ട് ആ ഒരു തുമ്പിലും കൊടുക്കുക. ഇതാണ് സിബ്. സിബ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം മറച്ചു വെച്ചിട്ടാട്ടോ കൊടുക്കുന്നത്. തിരിച്ചിട്ട് നല്ല ഭാഗം മറച്ചിട്ട് ഈ സിബിന്റെ ഭാഗം വരുന്നത് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ കൊടുക്കുക. സിബിന്റെ ചെയിൻ ഉള്ളിലേക്കായിട്ട്. അപ്പോഴേ അതിങ്ങനെ വെക്കുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇവിടെ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്. നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നും ഇത് പഠിക്കണം എന്നും ആഗ്രഹമുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതിനെ കൊണ്ടാണ്. ഇതുപോലെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ബട്ടൺ ടേക്ക് എടുത്തിട്ട് ആ ഒരു ലോക്ക് ചെയ്ത ഭാഗം അപ്പുറത്തേക്ക് വെച്ചിട്ട്
താഴെ മടക്കി വെച്ച ഭാഗം താഴത്തേക്ക് കേട്ടോ. വീതി കുറഞ്ഞ ഭാഗം താഴത്തേക്കും വീതി കൂടുതലുള്ളത് മുകളിലേക്കും വെച്ചിട്ട് ഇതുപോലെ സിബ് മാത്രമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സിബ് മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ക്ലോത്ത്. രണ്ട് ഭാഗത്തും സിബ് അറ്റാച്ച്ഡ് ആയി. ഈ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് പാൻ്റ് ആണെങ്കിലും ട്രൗസർ ആണെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ടൈമിൽ കേട്ടോ. പ്രയാസം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നോർമലായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും അത്ര ടെൻഷനില്ലാത്ത. ഈ ഒരു മറ്റേ സൈഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന്റെ സിബ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അവിടം വരെ. ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്കും മടക്കി കൊടുക്കുക. സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം വരെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സിബ് കഴിഞ്ഞ ഭാഗം വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് മടക്കുക. അവിടെ ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ട് ചെറിയ കട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് മടക്കുക. ആ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് പാൻറ്റിനും ട്രൗസറിനൊക്കെ. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇനി ഇതുപോലെ ഈ ഒരു പീസ് നമ്മൾ ആദ്യം സിബ് വെച്ചിരുന്ന പീസ് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് മടക്കി വെച്ച ഭാഗത്തേക്ക് മറ്റേ പീസുമിലേക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കുക. അവൻ ധൃതിയിൽ അടിക്കുന്നതിനെ കൊണ്ടാന്ന് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടുന്നുണ്ട്. മുകളിലേറ്റ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ ഒരൊറ്റ സെൻറ്റിമീറ്റർ, ഒരു സെൻറ്റിയില്ലാട്ട് ഒരു ഫൂട്ടിനായിട്ട് ഇപ്പുറത്തേക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കുക. ഇതുപോലെ മുകളിലേറ്റ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ സിബിൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്ത ഭാഗമല്ലേ, അതിനേക്കാൾ കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി എപ്പോഴും നമ്മൾ സിബ് കട്ട് ചെയ്യുമ്പോൾ സിബിൻ്റെ ചെയിന് ലോക്ക് എപ്പോഴും താഴത്തേക്ക് ആക്കണം. എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ലോക്ക് ഉള്ളിലേക്ക് താഴ്ത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. ഇനി നമുക്ക് ലൂപ്പ്, ബെൽറ്റ് ലൂപ്പ് വെക്കുക. അപ്പം ബെൽറ്റ് വെക്കണമെങ്കിൽ ആദ്യം ലൂപ്പ് സ്റ്റിച്ച് ചെയ്യണം. ലൂപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ 1.5 ഇഞ്ചിൻ്റെ വീതിയുള്ള തുണിയാണ്. ആ 1.5 ഇഞ്ചിൻ്റെ വീതിയുള്ള തുണി രണ്ട് സൈഡിലേക്കും മടക്കുക. എന്നിട്ട് നടുവും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നമ്മളൊരു സൈഡിലൊരു സ്റ്റിച്ച് ജോയിനിന് അവിടെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ചും കൂടെ. ബെൽറ്റിന് എപ്പോഴും നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇതുപോലെ 2 സ്റ്റിച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബെൽറ്റ് നമ്മൾ 5 ഇഞ്ചിനാണ് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കുക, ലൂപ്പ് കട്ട് ചെയ്തെടുക്കുക. 5 ലൂപ്പാണ് നമ്മൾ വെക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് 2 ലൂപ്പും ബാക്ക് ഭാഗത്ത് 2 സൈഡിൽ 2 ലൂപ്പ്, സെൻറ്ററിൽ ബാക്കിൽ സെൻറ്ററിൽ 1 ലൂപ്പ്, അങ്ങനെ 5 ലൂപ്പാണ് വെക്കുക. വളരെ ചെറിയ മക്കളൊക്കെയാണ്, തീരെ അരവണ്ണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ 4 ലൂപ്പ് മതി. അതല്ല നല്ല തടിയുണ്ട്, ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 എന്നുള്ളത് 6 ഒക്കെ ആക്കാട്ടോ. ബാക്കിൽ 4 ബാക്ക് പീസിനും ഫ്രണ്ട് പീസിൽ 2 വെച്ചിട്ട് 6 കൊടുക്കാം. 4 ഉള്ളല്ലോ ലൂപ്പ്, 5 ലൂപ്പ്. ഇതുപോലെ 5 ലൂപ്പ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ബെൽറ്റ് ഫിറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ ഫ്രണ്ടിലെ ബെൽറ്റ് നമ്മൾ കൊടുക്കുക. ഫ്രണ്ടിലെ പാർട്ട് ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പീസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ലോക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചിലവർ മടക്കി തയ്ക്കാറുണ്ട്. നമ്മൾ സാധാരണ യൂണിറ്റിൽ എപ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുക ചെയ്യാറ്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച്, നമ്മുടെ ഫ്രണ്ട് പാർട്ടും നമ്മൾ ക്യാൻവാസ് ഫ്യൂസ് ചെയ്തിട്ടില്ല, ക്യാൻവാസിൻ്റെ ഭാഗം വെച്ചിട്ടാട്ടോ. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ക്യാൻവാസ് ഫ്യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് ക്യാൻവാസുമ്പോൾ സ്റ്റിച്ച് ചെയ്യില്ല കേട്ടോ, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുള്ളൂ. ഇതുപോലെ വരും ബെൽറ്റ്. ഇനി അതേ സൈഡിൽ തന്നെ മറ്റേ സൈഡിലും അതുപോലെ തന്നെ വെക്കുക. സെൻറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെൻറ്റർ എവിടെയൊന്ന് മാർക്കൊക്കെ ചെയ്തിട്ട് ലൂപ്പ് വെച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന്. ഇത് നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമ്മൾ ലൂപ്പ് മാർക്കൊന്നും ചെയ്യാത്തത്. അവൻ കണ്ടില്ലേ വിരൽ കൊണ്ടൊക്കെ വെച്ച് അടയാളം എടുക്കണ.
ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് തയ്ക്കുക. അതുപോലെ തന്നെ 1 ഇഞ്ച് വിട്ടിട്ട് താഴത്തേക്ക് ലൂപ്പ് അടയാളപ്പെടുത്തുക. നമുക്ക് എത്രയാണ് വേണ്ടത് അതിൻ്റെ 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ആദ്യം ഒന്ന് മടക്കുക. അപ്പോൾ ക്യാൻവാസ് മടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. നമ്മൾ 2 സൈഡ് ഉള്ളിലേക്കാക്കി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ ഇതുപോലെയാണ് കേട്ടോ ഉള്ളിലിരിക്കുന്നത്. 2 ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക. മടക്കി പിടിക്കുമ്പോൾ ക്യാൻവാസ് ഒന്ന് മടങ്ങും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ മടക്കാൻ എളുപ്പമാണ്. എന്നിട്ട് കറക്റ്റ് ഇനി ലൂപ്പ് അതുപോലെ തന്നെ 1 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ലൂപ്പ് നമ്മൾ ഈ ഒരു ഭാഗം കൊടുക്കുന്നത്. ഇത് നമുക്ക് എത്രയാണ് ഇങ്ങനത്തെ വേണ്ടതെന്നുള്ളത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുക. ഉണ്ടില്ലേ? ഇവിടുന്നാണ് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫിനിഷിംഗ് ഒക്കെ ഫീൽ ചെയ്യും. ഇനി ഇതുപോലെ അവൻ ആ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടി സ്റ്റിച്ച് ചെയ്യുക അതുള്ളിലേക്ക് വെച്ചിട്ട്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നുള്ളൂ. അപ്പോൾ സിബെല്ലാം കറക്റ്റ് സിബ് ഇട്ട് കഴിഞ്ഞാലും 2 ഭാഗം ഒരുപോലെ തന്നെ നിൽക്കണം. ഇതുപോലെ തന്നെയാണ് പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ചെയ്യൽ. പക്ഷെ നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്യുമ്പോൾ ഫുള്ള് പാൻറ്റുള്ള പാൻറ്റാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ബെൽറ്റ് അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പാർട്ട് ഈ ഒരു സൈഡിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ചിക്ക് നമ്മളൊരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുന്നു. ഒരു 1/2 ഇഞ്ചിക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അവൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. അവനോട് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ഇടുകയാണ് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ, അപ്പോൾ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് തരണം എന്ന്. ഇനി അവിടെ ലോക്ക് ചെയ്യാണ് കേട്ടോ. ട്രൗസർ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ലോക്ക് ചെയ്യും ഈ ഒരു ഭാഗങ്ങളൊക്കെ. ഇനി നമുക്ക് മുകളിൽ എലാസ്റ്റിക് വെക്കുന്ന ഭാഗം കൂടെ നമ്മളൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടക്കി തയ്ച്ചാലും മതി. ലോക്ക് മെഷീൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രൗസർ തയ്ക്കാതിരിക്കേണ്ട. അത് നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ഇടുന്നതിൽ നിങ്ങളെ കാണുന്നുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ലോക്ക് ചെയ്യാൻ പറ്റണില്ല വെച്ചിട്ട് ട്രൗസർ തയ്ക്കാതിരിക്കരുത്. ഇനി മുകൾ ഭാഗം കൂടെ നമ്മൾ ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് മടക്കി തയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ജോയിന്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. കിനാരി അടിക്കുക. ഇതുപോലെ ഒന്ന് ആ തുമ്പ് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇവരെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഫിനിഷിങ്ങിലാട്ടോ വരിക. കണ്ടില്ലേ? ഒരു ഭാഗം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയിട്ടില്ല. കറക്റ്റ് എടുക്കുന്നില്ലേ? അതും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോലി സ്റ്റിച്ച് ചെയ്യണത്. മറ്റേ അവർ ഈ ഒരു സമയം കൊണ്ട് 10 ട്രൗസർ സ്റ്റിച്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് വെക്കുക ചെയ്യണത്. എലാസ്റ്റിക് ഞാൻ ഈ ട്രൗസറിന് എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിൽ 6 6 12 നമുക്ക് ഫ്രണ്ട് ഭാഗം വന്നിട്ടുണ്ട്. ബാക്ക് ഭാഗം നമ്മൾ എലാസ്റ്റിക് 10 ഇഞ്ചാണ്. അപ്പം നമുക്ക് 22 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ എലാസ്റ്റിക്കിന് ഒരു 2 സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സ്റ്റിച്ചും കൂടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും എലാസ്റ്റിക് ഒന്നുകൂടെ വലിയും. അപ്പം നമ്മൾ എത്രയാണ് എടുക്കാൻ നമുക്ക് വേണ്ടത് അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത്. റെഡി ആയിട്ട് നമുക്ക് എലാസ്റ്റിക് എത്ര വേണം അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച്. സാധാരണ നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് ഒരു 24 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ
24-ന്റെ 2 ഭാഗം നമുക്ക് എലാസ്റ്റിക് എടുക്കാം, ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ 30 ആണെങ്കിൽ 20 എടുക്കുക, 10 നമുക്ക് എലാസ്റ്റിക് വലിഞ്ഞു നിൽക്കും. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാറ്. പിന്നെ ഇതിന്റെ മേലെ സ്റ്റിച്ചിങ് കൂടെ വരുമ്പോൾ അത് കറക്റ്റ് ആവും. എന്നിട്ട് 2 സൈഡും ഇതുപോലെ അവൻ സാധാരണ ഇവിടെ കൺസായി മൾട്ടിനീറ്റിൽ ഇലാസ്റ്റിക്കിന്റെ മെഷീൻ ഉണ്ട്, അതിലാണ് നമ്മൾ സാധാരണ ട്രൗസർ ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 ഭാഗം അവൻ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ചുരിദാറിന്റെ പാന്റിനൊക്കെ കൊടുക്കാറില്ലേ. നമ്മൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കൺസായി മെഷീനിൽ വെച്ച് കണ്ടാ സ്റ്റിച്ച് ചെയ്യുക, അതാണ് എളുപ്പം. കാരണം ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ 4 സ്റ്റിച്ച് ഒരുമിച്ച് വരും ചെയ്യും. ഇതുപോലെ പിന്നെ പിന്നെ കൊടുക്കും വേണ്ട, അത്യാവശ്യം എല്ലാം ഒരേമാതിരത്തെ ഫിനിഷിങ്ങും വരും ആ മെഷീനിൽ കൊടുക്കുമ്പോൾ. നമ്മളിതിൻ്റെ മേലെ ഒരു 2 സ്റ്റിച്ചും കൂടെ അഡീഷണൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ട് തീർന്നു. ഇനി നമ്മൾ ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഉൾഭാഗം, ഇത് നല്ല വശം. ശരിക്കും ഈ സമയത്ത് നമ്മൾ ബെൽറ്റിൻ്റെ ലൂപ്പ് ബാക്കിലുള്ളത് ഫിറ്റ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ അപ്പം വിട്ടിട്ടുണ്ടായിരുന്നു, കാരണം വീഡിയോ എടുക്കുന്ന തിക്ക് തിരക്ക് എന്നുള്ളതില്ലേ, പിന്നെയാണ് വെക്കുന്നത്. ഇനി ഈ ഒരു സൈഡ് പോക്കറ്റ് വെച്ചിട്ടുള്ള ആ ജാത്തി വെക്കുന്ന ഭാഗമാണ് കേട്ടോ കറക്റ്റ് പോകുന്നത്. ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ബാക്കും ഫ്രണ്ടും ഒരേ ലെവലിൽ നമുക്ക് കിട്ടും നമ്മൾ പറഞ്ഞ അളവിൽ ചെയ്യുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഈ ഒരു അളവ് എത്രയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. നമ്മളെ ഷർട്ടിന്റെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് എനിക്കത് ഭയങ്കര എന്താ പറയുക, ഞാൻ അത്രയും എഫേർട്ട് ഒന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടായിരുന്നില്ല ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നത്. 3-4 ലക്ഷം ആൾക്കാർ കണ്ടു, 4-5 ലക്ഷം ആൾക്കാർ കണ്ടതല്ലേ. ഈ ഒരു സൈഡ് നമ്മൾ ലോക്ക് ചെയ്യാണ്. അവനെല്ലാം വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം നിർബന്ധ, ലോക്ക് ചെയ്യണത് കാണിക്കണം, അതുപോലെ സ്റ്റിച്ച് ചെയ്യണത് ഇങ്ങനെ ഉണ്ട് എന്നിട്ടോ എല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ ഇടാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവന് എല്ലാം എടുത്തു തരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ഈ സൈഡ് ലോക്ക് ചെയ്തില്ലേ, ബാക്കും ഫ്രണ്ടും കൂടെ വെച്ചിട്ട് അതിൻ്റെ ഈ ബാക്കും ഫ്രണ്ടും കൂടെ വെച്ചിട്ടുള്ളതിൻ്റെ സൈഡിൽ നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ തയ്യൽ തുമ്പ് വെച്ചിട്ട്, അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ബാക്ക് ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഈ സൈഡ് ഭാഗം നമ്മൾ കിനാരി സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ ഉണ്ടോ. ഇപ്പം നമ്മുടെ പോക്കറ്റൊക്കെ കറക്റ്റ്. പിന്നെ നമ്മൾ ഈ ബെൽറ്റും പിന്നെ എലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്ത ഭാഗത്തും കൂടെ ആ ഒരു സ്റ്റിച്ച് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തുമ്പൊന്നും അങ്ങനെ നിൽക്കില്ല, കറക്റ്റ് അതിനുള്ളിലേക്ക് തന്നെ പോകും. രണ്ട് സൈഡും ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ചിങ് വന്നിട്ടില്ലേ. അവൻ കറക്റ്റ് കാണിച്ചു തരാൻ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാൻഡും കൂടെ അറ്റാച്ച് ചെയ്തതും കൂടെ ഒന്ന് ഇനിയാണ് നമ്മൾ ലൂപ്പ് വെക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലൂപ്പ് വെക്കാറുണ്ട്. ലൂപ്പ് 1 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിനേക്കാൾ താഴ്ത്തി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്യാം.
ഇനി നിങ്ങൾക്ക് ലൂപ്പ് 2 മതി, ബാക്കിൽ 4 ലൂപ്പ് മതി, അരവണ്ണൊക്കെ കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ 4 ലൂപ്പ് വെച്ചാൽ മതി കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് തയ്ക്കാതിരിക്കുക എന്നുള്ളതല്ല. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൗസർ തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നവർ ഇത് കണ്ടിട്ട് എന്തായാലും തയ്ക്കണം. എൻ്റെ റിക്വസ്റ്റ് ആണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് തയ്ക്കുക. ഇനി മൂന്നാമത്തതും. ഇപ്പം നിങ്ങൾ അവൻ വെച്ചിരിക്കുന്ന ഭാഗം ഏകദേശം മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ 5 എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കുക. അതെല്ലാം നമുക്ക് 4 എണ്ണം ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബാക്ക് ഭാഗത്തേക്ക് ഒന്നും കൂടെ കൂട്ടിയിട്ടാണ് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാനും കൂടെ അത് എടുത്ത് പറഞ്ഞ് ഡീറ്റെയിൽ ആക്കി കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ ട്രൗസറിൻ്റെ ഒരുവിധം ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ബോട്ടം ഭാഗം. ഇതിങ്ങനെ നമ്മൾ ഓരോരോ ഇഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ മടക്കി കൂടുതൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഭാഗമാണ് 1 ഇഞ്ച് ഒന്ന് മടക്കുക, എന്നിട്ട് അടുത്ത ഇഞ്ചും കൂടെ മടക്കിയിട്ടാണ് കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ. പാൻറ്റിനെല്ലാം നമ്മൾ ചെയ്യാറ് എങ്ങനെയാ വെച്ചാൽ എല്ലാ ഭാഗവും കഴിഞ്ഞിട്ടാണ് അവസാനമാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യുക. ട്രൗസറിന് പക്ഷേ നമ്മൾ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉൾഭാഗം സ്റ്റിച്ച് ചെയ്യുക. അതും ഇതുപോലെ ഓരോരോ ഇഞ്ചിന് മടക്കിയിട്ട് തയ്ക്കുക. ഈ ബോട്ടം ഭാഗത്ത് ഇങ്ങനെ 1 ഇഞ്ചിന് വെച്ച് മടക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു ബലത്തിൽ നിൽക്കാനും, പിന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടി ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചിൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് 1 ഇഞ്ച് 1 ഇഞ്ചായിട്ട് എടുക്കുന്നത് തന്നെയാണ്. അപ്പോഴാണ് കുറച്ചും കൂടി ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവുക. ഇനി നമ്മൾ ഈ ഒരു സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് അല്ലേ എന്ന് നോക്കണം കേട്ടോ. നമ്മളിത് കറക്റ്റാണ്. നിങ്ങൾ ചെയ്യുമ്പോഴും ഇനി ഇങ്ങനെ ബോട്ടമൊക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കി വെക്കൂ. അല്ലെങ്കിൽ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റിക്ക് വരുമ്പം ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതുമായിട്ട് നിൽക്കും, നിങ്ങൾ മടക്കുന്ന ഭാഗം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ലോക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ട്രൗസർ. നമ്മൾ ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും വെച്ചിട്ട് സിബെല്ലാം വെച്ചിട്ടുള്ള ട്രൗസറാണ് ചെയ്തിരുന്നത്. അത് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി സ്റ്റിച്ച് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അതിന് കുറച്ച് നൂല് തുമ്പ് നിൽക്കുന്നുണ്ട്, അപ്പം ട്രിം ചെയ്യുക. ഇതാട്ടോ നമ്മുടെ ഷമീർ ഭായി ആണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റിച്ചിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ട്യൂട്ടോറിയലായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു വരുമാനം വേണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു ലിങ്ക് ഒന്ന് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ആവുന്ന രീതിയിൽ നമുക്കിത് കണ്ടിട്ട് പഠിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.